അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡേ ഇൻ മലേഷ്യയാണ്. അപ്പോൾ ആദ്യം തന്നെ പെട്രോണാസ് ട്വിൻ ടവർ കാണാനാണ് പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഹോട്ടലിൽ നിന്ന് ജസ്റ്റ് ഇതാ തൊട്ട് മുന്നിലാണ് ഈ ടവർ ഉള്ളത്. അപ്പോൾ അവിടുത്തെ വ്യൂ ആണിത്. അവിടെ മുന്നിൽ ചെന്ന് നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. മലേഷ്യയിൽ പിന്നെ വരുന്നുണ്ടെങ്കിൽ നിർബന്ധമായും കൊണ്ടുവരേണ്ട ഒരു സംഭവമാണ് കുട. ഇടയ്ക്കിടയ്ക്ക് മഴ വന്നും പോയും ഇരിക്കും. പിന്നെ ഇതാ ഞങ്ങളുടെ ഹോട്ടലിൽ നിന്ന് ജസ്റ്റ് വളരെ മുന്നിലാണ് ഈ പെട്രോണാസ് ട്വിൻ ടവർ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ അതിനകത്തോട്ട് കയറി. ഇതിൻ്റെ ടവറിൻ്റെ ഏറ്റവും താഴെ ഒരു സൂര്യ KLCC എന്ന് പറയുന്ന ഒരു വലിയൊരു മോളാണ്. അപ്പോൾ അവിടെ ഒരുപാട് സ്റ്റോറുകളുണ്ട്, ബ്രാൻഡഡ് ഷോപ്പുകളുണ്ട്, ഫുഡ് കോർട്ടുകളുണ്ട്. ഒക്കെ ചെറുതായി ഓപ്പണായി വരുന്നുള്ളൂ. എല്ലാ ഷോപ്പുകളൊന്നും ഓപ്പൺ അല്ല. പിന്നെ ഞങ്ങൾ രാവിലെ മോർണിംഗ് 7:30 ആ ഒരു സമയമൊക്കെ ആയതുകൊണ്ട് വലിയ തിരക്കും ബഹളമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ മൊത്തം കറങ്ങി. പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് അവിടെയുള്ള ഏതൊരു ഫുഡ് കോർട്ടിൽ നിന്നാണ് കഴിച്ചത്. അവിടെ കൂടുതലും മലേഷ്യൻ ഫുഡ് തന്നെയായിരുന്നു. പിന്നെ 1-2 ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് പോലെ കണ്ട് ഞങ്ങൾ അവിടെ കയറി കഴിച്ചു. അങ്ങനെ കണ്ട ഒരു ഷോപ്പിനകത്ത് ഒരു കുറച്ച് റോബോട്ടിക് തലകൾ കണ്ടു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തോ ഇലക്ട്രോണിക് സ്റ്റോറാണെന്ന്. അപ്പോഴാണ് മനസ്സിലായത് ഇത് ജെൻറ്റിൽ മോൺസ്റ്റർ എന്ന് പറയുന്ന സൺഗ്ലാസസിൻ്റെ ഒരു ബ്രാൻഡിൻ്റെ സ്റ്റോറാണ്. അപ്പോൾ അവിടെ കുറച്ച് നിന്ന് ഇതെന്തീ സംഭവം നോക്കിയപ്പോൾ ശരിക്കും നമ്മളുടെ റിയൽ ഫേസ് പോലെ നമ്മളെ നോക്കുന്ന പോലെയൊക്കെ തോന്നും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും തലയൊക്കെ തിരിക്കുന്നുണ്ടായിരുന്നു. എന്തിൻ്റെ കടയാണ് ഇതെന്ന് മനസ്സിലാവാത്തതുകൊണ്ട് ഞങ്ങൾ അകത്തോട്ട് കയറി. അപ്പോഴാണ് മനസ്സിലായത് ഇത് സൺഗ്ലാസസിൻ്റെ ഷോപ്പാണെന്ന്. അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. നമ്മുടെ ഇന്ത്യയിലൊന്നും ഞാൻ കേട്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ബ്രാൻഡിനെ പറ്റി അറിയുന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ റോബോട്ടുകളുടെ അടുത്തൊക്കെ വന്നിരുന്ന് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അപ്പം ഞങ്ങളും അവിടെ കയറി എടുത്തു. അങ്ങനെ ഞങ്ങൾ ടവറിനകത്തോട്ട് പോകാൻ വേണ്ടി ടിക്കറ്റ് എടുക്കാൻ പോയപ്പോഴവിടെ ഇന്നത്തെ ഡേറ്റിൽ സ്ലോട്ട്സുകളൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ നെക്സ്റ്റ് ഡേയിലേക്ക് ബുക്ക് ചെയ്ത് ടിക്കറ്റ് എടുത്ത് അവിടെ നിന്ന് ഇറങ്ങായി. പിന്നെ അവിടെ നിന്ന് പിന്നെയും കുറേ ഫോട്ടോസൊക്കെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ല മഴയായി. ഞാൻ പറഞ്ഞില്ലേ കുട കൈ പിടിക്കണമെന്ന്. നല്ല പെരുമഴ. പെട്ടെന്ന് അങ്ങ് മഴ പെയ്യും, പെട്ടെന്ന് അങ്ങ് മഴ നിന്ന് പോവും, പെട്ടെന്ന് അങ്ങ് വെയിലൊതിക്കും. അങ്ങനെ മാറി മാറി വരുന്നൊരു ക്ലൈമറ്റാണ്. സ്ഥിരമായിട്ടൊന്നുമില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ അക്വേറിയം കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ അക്വേറിയം നമുക്ക് ഈ ടവറിൻ്റെ ഉള്ളിൽ തന്നെ ഒരു അണ്ടർഗ്രൗണ്ട് ഒരു വഴിയുണ്ട്. ഈ വഴി കൂടെ പോയി കുറച്ച് ദൂരമുണ്ട്. വഴി കൂടെ പോയി നമ്മൾ അക്വേറിയത്തിനകത്തോട്ട് എത്തി. അപ്പോൾ അക്വേറിയത്തിൽ ഒരുപാട് വെറൈറ്റി ഓഫ് ഫിഷുകളുണ്ട്. ഫിഷ് മാത്രമല്ല, ക്രാബുകൾ, ലോബ്സ്റ്റേഴ്സ്, സ്റ്റിംഗ്റേ, സ്റ്റാർ ഫിഷ്, അങ്ങനെ പിന്നെ എനിക്ക് പേരറിയാത്ത പലതരം ഫിഷുകൾ, ചെറുതും വലുതും മീഡിയം എല്ലാ ടൈപ്പും ഉണ്ട്. പിന്നെ ഫിഷുകളുടെ മാത്രമായിരുന്നില്ല, വേറെയും കുറേ വെറൈറ്റി ഓഫ് ഫ്രോഗ്സ്, പിന്നെ സീ ഹോഴ്സ്, അങ്ങനെ വേറെയും കുറേ സംഭവങ്ങൾ. എനിക്ക് അതിൻ്റെ പേരുകളൊന്നും പറയാൻ കിട്ടില്ല. അവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ആ സമയത്ത് അത് വായിക്കും, അത് അപ്പം തന്നെ മറന്നു പോകും. അങ്ങനെ അവിടെ കയറി കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ശരിക്കും കടലിൻ്റെ ഉള്ളിൽ വന്ന പോലെ ഒരു ടണൽ ഉണ്ടായിരുന്നു. കുറച്ചധികം ഡിസ്റ്റൻസിലുണ്ട്. ഇത് നമുക്ക് നല്ല വലുപ്പത്തിൽ എല്ലാ ഫിഷുകളെയും കാണാം. പിന്നെ അവിടെ നിന്ന് കുറേ നേരം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ അതൊരു നല്ലൊരു അനുഭവമായിരുന്നു. പിന്നെ അവിടെ അത് മാത്രമല്ല കണ്ടത്, അതിനകത്ത് ഒരാൾ നിന്ന് ക്ലീൻ ചെയ്യുന്നതും കാണാം. ഇതിൻ്റെ സൈഡിൽ ഈ മീനുകളും ഇതിൻ്റെ ഷാർക്കൊക്കെ പോകുന്നതിൻ്റെ സൈഡിൽ ഒരാൾ, 1-2 ആളുണ്ട്. ഞങ്ങളുടെ സൈഡിൽ ഈ ആളെ ഞങ്ങൾക്ക് കാണാൻ പറ്റിയത്. അയാൾ അവിടെ കിടക്കുന്ന മണൽ ഒക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട്. എന്തോ ഒരു പമ്പിങ് മെഷീൻ ഉപയോഗിച്ച് അതിലത്തെ അഴുക്കുകൾ മാത്രം പമ്പ് ചെയ്ത് കളഞ്ഞ് മണ്ണ് അവിടെ തന്നെ ഇട്ട്, പിന്നെ അതിൻ്റെ സൈഡിലുള്ള കല്ലുകളും പഴപ്പുറ്റ് പോലത്തെ സംഭവങ്ങളൊക്കെ തേച്ച് ഉരച്ച് വൃത്തിയാക്കാനുള്ള ബ്രഷുകളും കൈ പിടിച്ചാണ് അയാൾ നീന്തുന്നുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും അത് വലിയൊരു അത്ഭുത കാഴ്ച പോലെ ഇങ്ങനെ നോക്കി കുറച്ച് നേരം നിന്ന് ഞങ്ങൾക്കൊരു ഹായൊക്കെ തന്ന് ആ ചേട്ടൻ്റെ പണി തുടർന്നു. അങ്ങനെ ഞങ്ങൾ ആ ഒരു ടണൽ യാത്ര കഴിഞ്ഞ് പുറത്തേക്ക് വന്നു. പലതരം ഫിഷുകൾ കണ്ടു. പിന്നെ ജെല്ലി ഫിഷ് അവിടെ വേറൊരു അട്രാക്ഷനായിരുന്നു. പിങ്ക് ജെല്ലി ഫിഷ് എന്നങ്ങാണ്ടായിരുന്നു ഇതിൻ്റെ പേര്. അതിൻ്റെ റിയൽ കളർ ഒരു ലൈറ്റ് പിങ്കാണ്. അത് ആ സെൻറ്ററിൽ ഒരു റെഡ് ലൈറ്റ് ഇട്ട് കൊടുത്തിരിക്കുന്ന കാരണം അവരുടെ ബോഡി വളരെ ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് അതിങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത് കാണിക്കുന്നതാണ്. പിന്നെ ഒരുപാട് ഇതും എന്തോ ജെല്ലി ഫിഷുകളൊക്കെ തന്നെയാണ്. പിന്നെ ഇത് അപ്സൈഡ് ഡൗൺ ജെല്ലി ഫിഷാണ്. തല കുത്തി നിൽക്കുന്ന ജെല്ലി ഫിഷുകളാണ്. അത് ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അറിയുന്നത്. പിന്നെ കടലിൻ്റെ അടിയിലുള്ള പലതരം ജീവികളുടെയും സ്കെൽട്ടനും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ അവിടെ ഷോക്കേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അക്വേറിയത്തിൽ ഒരുപാട് വീഡിയോസ് എടുത്തിട്ടുണ്ട്. അതൊന്നും ഞാൻ അവിടെ കാട്ടിയിട്ടില്ല. അത് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. ഇപ്പോൾ പുറത്തോട്ട് വന്നപ്പോൾ ഉച്ചയായി, നല്ല വെയിലായി, മഴയൊക്കെ പോയി. ഇപ്പോൾ ഓൾറെഡി വളരെ ടയേർഡാണ്. KLCCയുടെ മുന്നിലുള്ള ഫൗണ്ടൈനാണ് കാണുന്നത്.
അപ്പോൾ ഇനി ഞങ്ങൾ റെസ്റ്റ് ചെയ്യാനായിട്ട് ഹോട്ടലിലേക്ക് പോവാണ്. അപ്പോൾ ഹോട്ടലിനകത്ത് ഒരുപാട് വിശേഷങ്ങളുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ബൈ ബൈ.